വാ വാ. ആ കുഞ്ഞലവി വന്നു എന്ന് കേട്ട് കാണാൻ പറ്റില്ല. വന്നതല്ല, നമ്മൾ രക്ഷപ്പെട്ടതാ. ആ വരി. നിങ്ങക്ക് ഇത്തിരി കായ് തരാനുണ്ട്. ചേടാ, അതൊക്കെ ഇപ്പൊ നിങ്ങളോട് നമ്മൾ ചോദിച്ചോ? കായിനിപ്പോ ഇത്തരഞ്ഞിരിക്ക വിചാരിച്ച മാതിരി കച്ചവടങ്ങൾ നടക്കണില്ല അലവി. ഹൈദ്രോസിക്ക, നിങ്ങക്ക് കായ് ഇനിയും വേണോ? ചോദിക്ക്. അല്ല, വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ? ഇതാ എടുത്തോളി. ഇത് ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നതാ. ഇവിടെ ആർക്കാ ഇത്? അധികമൊന്നുമില്ല. ഇതാ ആമിനൊക്കെ ഒരു കുപ്പായത്തുള്ളൂ, പിന്നെ ടേപ്പ്, പിന്നെ നിങ്ങൾക്ക് ഒരു ലൈറ്റ്. എന്താ നോക്കണേ? സ്വിച്ചാണ് സ്വിച്ചാണ്. ഇങ്ങോട്ട് അതേ ഇപ്പഴും ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി. ഇതാ ഇതൊക്കെ എന്തിനാലവി? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലോ? അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. ഹൈദ്രോസിക്ക, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പൈസ ഇന്ന് നമ്മളെടുത്ത് വരും, നാളെ നിങ്ങളെടുത്ത് വരും. അതൊരു ബിസിനസ്സാ. മനുഷ്യനാണ് വലുത്. ഇന്ന് പടച്ചോൻ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കയ്യുണ്ട്. 10-15 ലക്ഷത്തിന്റെ ഒരു പിഴ നമ്മൾ തീർക്കണം. അസൂയക്കാര് പലതും പറയും. നിങ്ങൾക്ക് നമ്മളെടുത്ത് എപ്പോഴും വരാം, എന്തും ചോദിക്കാം. ഇത് വെറുതെ പറയല്ല, പാവമാണ്. അപ്പൊ നമ്മൾ വരട്ടെ. ഓനെന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണേ? മനസ്സുണ്ടായിട്ട് കുപ്പായില്ല എന്ന് പറഞ്ഞ് മോങ്ങാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ? എന്റെ പുന്നാരമോള് തുന്നിച്ചോ. എന്നാലും നമ്മുടെ മോക്ക് ഓനെന്തിനാ? അപ്പം തിന്നാ മതി, ഉയ്യ എണ്ണണ്ട. ഹൈഡ്രോസ് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ എനക്ക് വിവരം വേണ്ടേ? ഹൈദ്രോസ് അങ്ങോട്ട് വരുന്നു. ആമനാക്കൊരു കുപ്പായം അളവതിലുണ്ട്, മറ്റന്നാ വരാം. എന്താണ് മൂലി വന്നിട്ട് പോയ വല്ല കുഴപ്പമുണ്ടാ? ജബ്ബാർക്ക, അത് ആരുടെ തുണിയാണെന്നറിയോ? ആരുടെയാ? ആമിനാത്താത്തന്റെ. അസീസേ, ഞാൻ അസീസ്. എന്താ? ഹൈദ്രോസൊക്കെ ഒരു കുപ്പായം തുന്നാൻ തന്നിട്ടുണ്ട്. അതിനെന്താ? തുന്നിക്കോളി. അതല്ല. എന്താ അച്ഛാ, വേഗം പറയ്. അല്ല, തുണി കമ്മിയാ. അത് പറയാൻ നിങ്ങൾ വന്നത്? സാരില്ല, തിരിച്ചു വന്നോളി. അല്ല, തുണി ഞാൻ തന്നെ മേടിച്ചു തുന്നിക്കോളാം. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഈ കുപ്പായത്തില് ലൈസ് ഇല്ലേ? ഇങ്ങനെ വെക്കല്ലേ? അത് വെക്കണ്ടേ? ഇതൊന്നും ഞമ്മക്കറിയില്ല. നിങ്ങൾ എന്താ വെച്ചോ? അത് ശരി. അല്ല, അതിന് കായ് വല്ലതും വേണമെങ്കിൽ മൂപ്പരെടുത്ത് ചോദിക്കണം. അയ്യോ, അതൊന്നും വേണ്ട. ഈ ലൈസ് ഏത് നിറമെന്ന് പറഞ്ഞ അത് ഞാൻ മേടിക്കായിരുന്നു.
അതൊന്നും എനിക്കറിയില്ല. കുപ്പായം ആമനക്കല്ലേ? ചോദിച്ചാ മതി. ഇവിടില്ലേ? ഓൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാച്ച തുണിക്കോളി, ഞമ്മക്ക് വേറെ പണിയുണ്ട്. പച്ച മതിയെന്ന് പറ ഉമ്മ. പച്ച മതിയെന്ന് പറ ഉമ്മ. പച്ച മതിയെന്ന് പറ ഉമ്മ. എന്റെ കൽബിറെ ആമനയ്ക്ക്. എന്റെ പ്രിയപ്പെട്ട ആമനയ്ക്ക്. ആരാ? ഇത് ഞാനാ മോനെ, വാതിലോർക്ക്. എന്റെ അസീസെ, മാഷയുടെ നാണം ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങോട്ട് കേറി വാ മാഷേ, കേറി വാ. ഇവിടെ പറ്റില്ല. ഞങ്ങള് രണ്ട് മാന്യന്മാർ ഈ സമയത്ത് എങ്ങോട്ടാ പോവാ അസീസെ? അത് ഒരു ശരിയാ. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഒരു വഴിയുണ്ട്. നേരെ അങ്ങോട്ട് ഇറങ്ങി കിഴക്കോട്ട് കനാലിലൂടെ നടന്നാൽ ഒരു പാലമുണ്ട്. അതിന്റെ ചവിട്ടിലും കൂടിക്കും. എന്റെ അസീസെ, അവൻ തമാശ പറയണതല്ലേ അല്ലേടാ? അല്ല, കാര്യമായിട്ടാ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് പോവാം. അത് ശരിയാണ്. ഇത് മേല് പിടിച്ച് ഞെക്കരുത്. നിങ്ങൾക്ക് നാണമല്ലേ മാഷെ? നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെ ചുറ്റുമുള്ളത് അന്തിയായ ചാരാകുപ്പിയായിട്ട്, അത് കള്ളുകൂടി എന്ന ആരുടെ കൂടെ. മാഷേ, പെശക, നമുക്ക് പോവാം. എടാ ശവി ചെക്ക, ഒരു LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ തന്നെ അധിക്ഷേപിച്ചു വിട്ടിരിക്കുന്നത്. ഞാൻ മാത്രം വിചാരിച്ചാ മതി. ഈ കുന്നത്തങ്ങാടി ഒരു കോണ വരെ നിങ്ങൾക്ക് തയ്ക്കാൻ കിട്ടില്ല. ഇതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോവാ മാഷേ, വാ. ആ, ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. കേട്ടെഴുത്താണ്, കേട്ടെഴുത്തേ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ? പദ്യം. അല്ല, ഇവിടെ. വിപരീത പദവാ. ആ മിടുക്കി. വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി, പകൽ, പകൽ. രാത്രി. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ. ഓ, എന്തൊരു മറവിയാ. എന്റെ അമ്മേ. എന്റെ അച്ഛോ. ഒന്ന് പതുക്കെ പറ. ഒന്ന് ഉറക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. ശരി, തുടങ്ങാം. അവസാനിപ്പിക്കാന്ന്. തുടങ്ങാന്ന്. എന്നാ തുടങ്ങിക്കോ. എന്നാ അവസാനിപ്പിച്ചോ. ഒന്ന് നിർത്തോ? ഒന്ന് തുടങ്ങോ. എഴുന്നേറ്റിക്കണ അവിടെ. ഇരിക്കണ അവിടെ. എന്റെ ദൈവമേ, എന്നെ ചെറുതാനേ. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊരു നല്ലത് മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്ത. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോണോ പോണോ. എടാ മാഷക്ക് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല, എന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ.